അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്തോഷത്തോടെ നിക്കാഹ് കഴിഞ്ഞ നവാസിൻ്റെയും സൗദയുടെയും വിവാഹ ദിവസം. ഹോസ്പിറ്റലിൽ ഫസ്റ്റ് നൈറ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അയൽവാസികളുടെയും നാട്ടുകാരുടെയും ക്രൂരമ്പുകൾ നിറഞ്ഞ വാക്കുകൾ. എന്താ ഇത്രയും കറുത്തൊരു പെണ്ണിനെ നവാസ് കെട്ടിയത്? നവാസ് എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല സൗന്ദര്യവാനായ ആളല്ലേ? എന്നാൽ പലരും അല്ലെങ്കിലും സൗദക്ക് ഇപ്പം എന്താ ഇത്ര സൗന്ദര്യക്കുറവ്? സൗന്ദര്യത്തിൽ അവൾ ഒട്ടും പിന്നിലല്ല. പിന്നെയെന്ന് വെച്ചാൽ അവൾക്ക് നവാസിൻ്റെ അത്ര കളറില്ല. അല്ലെങ്കിൽ കളറിൽ എന്ത് സൗന്ദര്യം ഉള്ളത്? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്. അത് ആ ഒരു സ്വഭാവത്തിനുടമക്ക് അത് ഏറ്റവും കൂടുതൽ മനസ്സിൽ കുശുമ്പുള്ളവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ സൗദ പാവം നല്ലൊരു പെൺകുട്ടിയാണ്. ജമീലത്താത്തയുടെ മരുമകൾ ഉമ്മയോട് ഐഷുമ്മയോട് പറഞ്ഞത് അതൊട്ടും ഐഷുമ്മക്ക് സഹിച്ചില്ല. എന്താ ഐഷുമ്മ, നിങ്ങളെ മരുവളെ ഇത്ര നിറം കുറഞ്ഞതിനെ കെട്ടിക്കൊണ്ടുവന്നത്? ആദ്യത്തോളെ എത്ര നല്ല ഭംഗിയുള്ളതായിരുന്നു, എന്താടി ഓൾക്ക് ഇത്ര കുറവ്? ഐഷുമ്മ ചോദിക്കുന്നു. അല്ലേ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങളെ മോന് നവാസിനെ കാണാനും നല്ല കളറുണ്ട്. ആദ്യത്തെ മരുവോള് നല്ല കളറായിരുന്നു. ഇവിടെ പുത്തൻ വീട്ടിലെല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ആണല്ലോ. എന്നാലും ഇങ്ങനത്തെ ഒരു മരുവോളെ എന്താ ഓൾക്ക് എന്താ കുറവ്? ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ ഇങ്ങളങ്ങോട്ട് കാണാൻ ചെന്നപ്പോൾ മേക്കപ്പ് ഇട്ട് നിൽക്കുകയായിരിക്കുമല്ലേ? ആ, ഇപ്പം എല്ലാത്തിനും ഉണ്ടല്ലോ, കറുപ്പിനെ വെളുപ്പിക്കാനും ഒക്കെ ഉള്ള കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടല്ലോ. എന്തിനെ? ഒരു BB ക്രീമാണ് തേച്ചാൽ തന്നെ കറുത്തോര് വെളുത്തു. ഐഷുമ്മ, ഇങ്ങളെ പറ്റിച്ചൊന്ന് കൂട്ടിക്കോളി. നവാസിന്റെ മോൻ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. മോനെ, ഉപ്പച്ചി എവിടെ? ഉപ്പച്ചിന്റെ അടുത്തേക്ക് പോയിക്കോളെ. മോനെ നവാസേ, ഇതാ കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും അതാ പാവം സൗദ ഓടി വരുന്നു. ഉമ്മ, ഓന് ഓടിയതാണ്. അവനെ വാരിയെടുത്തു. മോനെ ഉറക്കി തെറ്റേ, വാ ഉറക്കി തെറ്റേ. ഉമ്മച്ചി നല്ല മോനല്ലേ? മോന് വരി വാ ഉറക്കി തരട്ടോ. മോളെ സൗദ, ഞാൻ കൊണ്ടുവന്നോളാം, മോള് ചെല്ല് റൂമിലേക്ക്. അതെല്ലാം ജമീലത്താത്തയുടെ മരുമകൾ നോക്കി നിൽക്കുന്നു. എന്താണെന്നറിയില്ല, സൗദയോട് അവൾക്ക് വല്ലാത്തൊരു ദേഷ്യം. സൗദ അവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകാൻ എടുത്തു വെക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ചെല്ല്, ഇപ്പം മോൾ ചെയ്യണ്ട, നാളെ മുതലൊക്കെ ചെയ്യാം. അല്ലമ്മ വേണ്ട, ഞാൻ ചെയ്തോളാം. വേണ്ടെന്നല്ലേ മോളോട് പറഞ്ഞത്? സൗദയോട് ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് ഉമ്മ പെരുമാറുന്നത്. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അത് വല്ലാതെ അങ്ങ് പിടിക്കുന്നില്ല. ഓ, ഐഷുമ്മാൻ്റെ അടുത്ത് മരുക്കൾ എത്തിക്കിട്ടിയാൽ പിന്നെ ഓലങ്ങോട്ട് സ്നേഹിച്ചു കൊല്ലും. ഇപ്പതാ മറ്റോരത്ര നാറൊന്നുമില്ലെങ്കിലും ഓളയും നല്ല രീതിയിലാണ് നോക്കുന്നത്. പലരും അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഈ സമയം റജിനത്ത, താത്ത. ആ, എന്ത് റജി? താത്ത, അത് പാവാണ് പെൺകുട്ടിട്ടോ. അതിനെന്താ മോളെ, ഞാൻ ഓളെ നല്ല രീതിയിൽ നോക്കുമല്ലോ. എനിക്ക് എൻ്റെ എല്ലാ മരുക്കളും പോലെ തന്നെയാണ് ഓളും. താത്ത, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. എന്ത്? അല്ലേ, കളറിൻ്റെ കാര്യം. അതിനെന്താ ഓൾക്കൊരു കളറിന് കുറവ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ സൗദയുടെ കളറാണ് എന്ന് കരുതി ഒരുപാട് വെള്ളക്കൂറകളായി നിന്നാൽ രസമുണ്ടോ? ഇല്ല. ഭംഗിയുള്ള കളറെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇരുനിറമുള്ളൊരു തേനിൻ്റെ കളറുണ്ട്. അതാണ് കളറ്. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ആ ഒരു കളറിനോട് ഒക്കൂല. ഏതൊരു വെളുപ്പും കുറേ വെളുത്ത് പാറിയിട്ടൊന്നും ഒരു രസമില്ല. സൗദൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. താത്ത, അതിന് ഞാനല്ലല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടല്ലേ നവാസിന് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞത്. പിന്നെ താത്താനെ വിളിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ താത്താക്കും തന്നെ ഇഷ്ടപ്പെട്ടു. താത്താക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പെൺകുട്ടി, നല്ലൊരു ഭംഗിയുള്ളൊരു പെൺകുട്ടി അത് തന്നെയായിരുന്നു. പിന്നെ അവളെ മുടിൻ്റെ നീളം അതൊക്കെ താത്ത ഒന്ന് നോക്കിയൊക്കെ ചെയ്തു. ആ, അതിനിടെ എനിക്കൊരു കുഴപ്പമില്ല. സൗദൻ്റെ കളറ് നല്ല തേനിൻ്റെ കളറാണ്. തേനിൻ്റെ കളറൊന്നും എല്ലാവർക്കും കിട്ടും ചിലവർക്കൊക്കെ. എന്താ തനി വെള്ള, ഒരു രസമില്ലാത്ത വെളുപ്പ്, കുറേ വെളുത്തതുകൊണ്ട് എന്ത് കാര്യമാണ്? അതിക്കുള്ള മുഖഷേപ്പും കൂടി ഉണ്ടാകുമ്പോഴല്ലേ കുട്ടികൾ ഭംഗി ഉണ്ടാവുള്ളൂ. ചിലവർ ഇരുനിറാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഓലെ കാണാൻ. ഓലെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. സൗദൻ്റെ രൂപം അങ്ങനെയാണ്. ഒരുപാട് വെളുപ്പ് എന്നല്ല, വെളുപ്പിലിപ്പോൾ എന്താ കാര്യം? എനിക്കൊന്നുമില്ല എൻ്റെ റെജിയെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരാളും
പറഞ്ഞതും കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ നവാസ് ഓൻ്റെ മനസ്സിക്ക് തൃപ്തി ഉണ്ടായിക്കണോന്ന് മാത്രം നോക്കിയാൽ മതി. വേറെ ഒരു കുട്ടിനെയും ഐഷുമ്മാക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. റജിനയോട് അതാ ഉമ്മ കാര്യങ്ങൾ പറയുന്നു. താത്ത, പിന്നെ ഓൾക്ക് നല്ല ഭംഗിയുള്ള കുട്ടി തന്നെയാണ്. അത് ഇവിടത്തോലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചോള് ഒരു മങ്ങിയ നിറാണ്. പക്ഷെ എന്താടി ഇവിടത്തോൽക്ക് ഇപ്പം എന്താ നിറം ഉണ്ടായിട്ട് എന്താ എൻ്റെ റജീന? എന്ത് കാര്യത്തിന്? ഒരുപാട് വെളുത്തിട്ടിപ്പോൾ എന്താ? വെളുത്തവരൊക്കെ കൂടുതൽ അഹങ്കാരികളാണ്. കൂടുതലായിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ല. പിന്നെ എൻ്റെ നവാസ്, പിന്നെ എൻ്റെ മറ്റു മക്കളെക്കാൾ ഒന്നും കൂടി ഒരു കളറുണ്ട്. എൻ്റെ ഫൈസലാണെങ്കിലും ഷമ്മാസാണെങ്കിലും ഒക്കെ നിറമുള്ള മക്കൾ തന്നെയാണ്. പക്ഷെ അതിലേറെ ഒന്നും കൂടി ഒരു തൊലിവെളുപ്പ് കൂടുതൽ ഈ നവാസിന. അതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ഓൻ്റെ കൂടെ നിൽക്കുമ്പോൾ പെൺകുട്ടി കറുത്തിട്ടാ തോന്നുന്നുണ്ട്. അല്ലാതെ ഓൾക്ക് ഒരു കറുപ്പുമില്ല. നല്ല ഭംഗിയുള്ള തേനിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, അതാണ് സൗദയുടെ കളറ്. ഒന്ന് നോക്കി താത്ത. സൗദ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഉമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ ഇരുന്നൂടെ? കാല് കടിവില്ലേ? രജിനത്ത, നിങ്ങളൊന്ന് പോണില്ലല്ലോ? മോളെ ഞാൻ നോക്കട്ടെ, നാളെയൊക്കെ പോവാം. 2 ദിവസം എൻ്റെ ഒപ്പം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. എന്നാൽ നിങ്ങളൊക്കെ പോയിട്ട് അവിടെ ഇരുന്നോളി. ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഒരുപാട്, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ ഇരുന്നോളി. അതാ ആ ചെയർ എടുത്തുകൊണ്ട് ഉമ്മയുടെ അനിയത്തിയുടെയും നേരെ അവൾ നീക്കി വെക്കുന്നു. വേണ്ട സൗദ, ഞങ്ങൾ ഇരുന്നോളാം. ഈ ഇങ്ങനെ എന്താ മോളെ, സ്റ്റൂളും കസാരയ്ക്കും ഇവിടെ ഉണ്ടല്ലോ, ഈ എടുത്തു തന്നിട്ട് വേണോ? സൗദ മോള് പോയി ഒന്ന് കിടന്നോ, ഉമ്മയുടെ നിർദ്ദേശം. വേണ്ട, ഞാൻ പകലങ്ങനെ കിടക്കാറില്ല. അതെന്താ? കിടന്നോ മോളൊന്ന് കിടന്നോ. ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കണ അത്ര നല്ലതല്ലല്ലോ. ഉമ്മ വീണ്ടും അവൾ മക്കളെയെല്ലാം വിളിച്ചുകൂട്ടി, മക്കളെ വാവർക്കി തരട്ടോ. നല്ല രീതിയിൽ മക്കളെ കൊണ്ടുപോകുന്നു. ചെറിയ മോനെ തോളിലിട്ടുകൊണ്ടാണ് അവൾ താരാട്ടുപാടി ഉറക്കുന്നത്. ശരിക്കും ഉമ്മാക്ക കാഴ്ച കണ്ട് കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, പെറ്റ തള്ളല്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നത്. അന്ന് ഭക്ഷണത്തിൻ്റെ സമയമായി. എല്ലാവരും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും സൗദ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോഴും ബന്ധുക്കളും അയൽവാസികളും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് മണവാട്ടിയെ കാണുവാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവളെയും നവാസിനെയും മാറി മാറി ഒന്ന് നോക്കും. നവാസ് എവിടെ കിടക്കണ്, ഓളെവിടെ കിടക്കണ്? സൗദയെ കേൾക്കുകയാണ് പലരും അത് പറയുന്നത്. അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് നീറിപ്പുകഞ്ഞു. റബ്ബേ പഠിച്ചോനെ, ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് അർഹതയില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എന്നാൽ അതിനിടയ്ക്ക് പലരും പറയുന്നു, കാണാൻ ചെന്നപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എന്താ, മേക്കപ്പ് ഇട്ട് നടക്കുന്ന കാലാണ്. ഫോട്ടോയിലും പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല, കാണാൻ പോലും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ഓല സ്കിന്നെ അല്ലാതിരിക്കും. ഒരിക്കലും ഓല മുഖമല്ല, ആകെ കണ്ട് വെളുത്ത് പാറുന്ന രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം ഏത് കറുത്തോലും വിളിപ്പിച്ചൂടെ? അത് കാര്യമൊന്നുമല്ലേ. കാണാൻ പോയപ്പോൾ ഇവർ കാണാൻ ചെന്ന സമയത്തൊക്കെ നല്ലോണം മേക്കപ്പ് ഇട്ട് നിന്നിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. ആർക്കും ഇപ്പം അങ്ങനെ ഇപ്പോൾ ആരും മാന്തി പൊളിച്ച് നോക്കൂലല്ലോ, മുഖം കഴുകാമെന്ന് പറയില്ലല്ലോ. കെട്ടിച്ചാതെ മൂത്തിങ്ങനെ നിൽക്കല്ലേ വീട്ടിലെ. അപ്പം പിന്നെ ഏതെങ്കിലുമൊക്കെ അരിച്ചിട്ട് പോകുന്നത് ഇക്കാരം. കുട്ടികളും മക്കളുള്ളതൊന്നും വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് എന്തായാലും വാണ്ടിയിലാന്ന് ഇക്കാരം. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കല്യാണം കഴിച്ചിട്ടിയാലേ അങ്ങനെയുണ്ടാകും. സൗദിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പലരും അവരെ കണ്ടവർ അഭിപ്രായം പരസ്പരം പറയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ക്രൂരം അമ്പുകൾ തറക്കുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. പലരും വരുമ്പോൾ അവൾ പല സമയത്തും മാറുവാൻ വേണ്ടി ശ്രമിച്ചു. എവിടെ മണവാട്ടി എന്ന് പറയുമ്പോൾ അവളെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരുടെയും മുഖഭാവം എന്തൊക്കെയോ ആയിത്തീരും. പുത്തൻവീട് തറവാട്ടിൽ എല്ലാവരും നല്ല ഭംഗിയുള്ളവരാണ്. ഇപ്പം കയറി വന്ന മരുവള് ഒരു ഇരുനിറക്കാരിയാണ്. മുഖഷേപ്പൊക്കെ രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഇരുനിറം. എന്തൊക്കെ തന്നെ നവാസിന് പറ്റിയ പെണ്ണൊന്നല്ല. പിന്നെ ഓൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ എന്ത് രസമുണ്ടേനോ. ആ പെണ്ണ് ഫസീല, ഓളുള്ള സ്വഭാവം കൊണ്ട് പോയതാണ്. പിന്നെ ഇളച്ചി നുസൈബ, എന്ത് നല്ല മോളാണ്. പിന്നെ ഉമ്മയാണെങ്കിലും തടിയൊക്കെ ഉണ്ടെങ്കിലും നിറത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ.
അവിടുത്തെ മക്കളും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ മരുമകളെ കണ്ട ശരിക്കും ഒരു പണിക്കാരത്തിയെ പോലെ തന്നെ, ഒരു ജോലിക്കാരി. ഞാനേ ശരിക്കൊന്ന് ഞെട്ടി. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, മണവാട്ടിയെ കാണാൻ പോയപ്പോൾ മണവാട്ടിയെ കാണുന്നില്ല. പെട്ടെന്ന് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഈ പെണ്ണ് നിൽക്കുന്നുണ്ടപ്പോൾ അവിടുത്തെ പണിക്കാരത്തെ വിചാരിച്ചു. ജോലിക്കാരത്തിനെ പോലെ തന്നെ ഉണ്ട്. സൗദയെക്കുറിച്ചുള്ള വാക്കുകൾ അതങ്ങനെ അങ്ങനെ അങ്ങ് നീണ്ടുപോകുന്നു. പലരും പലതും പറയുന്നു. മനുഷ്യരല്ലേ, അവർക്ക് വായിൽ തോന്നിയതെല്ലാം അത് അവർ പറയും. പക്ഷേ ഐഷമ്മയുടെ മുമ്പിൽ നിന്ന് ആരും കൂടുതലായി ഒന്നും പറയുന്നില്ല. മണവാട്ടിയുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് തൻ്റെ നിറക്കുറവിനെക്കുറിച്ച് പറയുന്നത്. യാ അല്ലാ, നിറം കുറഞ്ഞ പെൺകുട്ടിയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂലേ, അവൾ മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്ന് നവാസ് അങ്ങോട്ട് വരുന്നു. സൗദ, ആ ഇങ്ങ് വരൂ. സൗദയെ അതാ നവാസ് വിളിച്ചു കൊണ്ടുപോകുന്നു. വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാറുണ്ട്, ഒന്നിങ്ങ് വന്നേ. അവളും അവന് മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴും ആളുകൾ പറയുന്നു, രാവും പകലുള്ള വ്യത്യാസം തന്നെ. ചെക്കന് 2 കുട്ടികളുണ്ടായിരുന്നു. നവാസിനെ കാണാൻ എന്ത് ഭംഗിയാ. ഓളെ കോലം കണ്ടില്ലല്ലേ? എന്താടി ഓളെ കോലത്തിന് കുഴപ്പം? ഒന്നുമില്ലേ, ഒരു ഇരുനിറല്ലേ? അല്ലേ, ഓൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെണ്ണ് നിറം കുറവെന്നല്ല, നിറമില്ല, ഓൻ്റെ അത്ര നിറമില്ല. പിന്നെ ഓനപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെണ്ണ് പറ്റ കറുത്തിട്ട് തന്നെയാണ്. ഒപ്പം നിൽക്കാൻ തന്നെ തോന്നൂല. ഇനിയിപ്പോൾ എവിടേക്കേ അവൾക്ക് സൽക്കാരത്തിനും കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. എല്ലാവരും ഇതന്നെയല്ലേ വർത്താനം പറയാം, അത് ഉറപ്പാണ്. എല്ലാം കേട്ട് സഹിച്ച് സൗദാകെ തേങ്ങി. പഠിച്ചോനെ, എൻ്റെ ഇക്കാക്ക് എന്നോട് വെറുപ്പ് തോന്നോ? അതായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. കാണാനുള്ളവരൊക്കെ ഏറെക്കുറെ കണ്ട് മടങ്ങിക്കഴിഞ്ഞു. നവാസും സൗദയും റൂമിലാണ്. ഉമ്മയാണെങ്കിൽ കരുതിക്കൂട്ടി അവളെ വിളിക്കാതെ നിന്നു. എവിടെ, മരുവളെ കണ്ടില്ലല്ലോ? കാണാൻ വരുന്നവർ ചോദിച്ചു. ആ, അവരിപ്പോൾ എന്നേരം റൂമിൽ കണ്ട് പോയിക്കണ്, പണ്ട് പോയിട്ടുള്ളൂ, ഇതുവരെ ഇവിടെ തന്നെ ആയിരുന്നു. ഉമ്മ കാര്യമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാൻ തുനിഞ്ഞില്ല. അവൾ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കട്ടെ. എന്തിനാണ് റബ്ബേ ആ പാവം പെൺകുട്ടിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മാക്കും നല്ല വിഷമമുണ്ടായിരുന്നു ആ കാര്യത്തിൽ. സൗദയും നവാസും റൂമിലാണ്. വിവാഹ ദിവസം എല്ലാവരും കാത്തിരുന്നിരുന്നു മണവാട്ടിയെ. പക്ഷേ ആർക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും വീട്ടിലെത്തി തുടങ്ങിയത്. കണ്ടവരെല്ലാം ആ ഒരു അഭിപ്രായങ്ങൾ. എന്നാൽ നല്ലവരായ ആളുകൾ ഒന്നും പറഞ്ഞില്ല. ചില കുശുമ്പും കുന്നായ്മയും ഉള്ള ആളുകൾ അവളിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തി. എന്തൊക്കെ തന്നെ ആദ്യത്തോളം തന്നെ എന്തൊരു പത്രമാറ്റി പെണ്ണായിരുന്നു. ഓൾക്കനുസരിച്ച് ഒരു ഭർത്താവുമായിരുന്നു. ആ, ഓളെ ഒഴിവാക്കി ഓള് പോയി. ആ, ഇപ്പം ഏതേ ചങ്ങായിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടത്. പക്ഷേ ഈ പെണ്ണ് അത് നവാസിനെ കുറച്ചൊരു ഒക്കാത്ത പോലെയൊക്കെ അല്ലേ. അസർ നിസ്കാരത്തിന് ശേഷം സൗദ ഇറങ്ങി വരുന്നുണ്ട്. അവൾ നേരെ അതാ ചായക്ക് വെള്ളം വെക്കുന്നു. ഉമ്മ, എന്താ കടി ഉണ്ടാക്കേണ്ടത്? മോളെ, അതൊക്കെ ഉണ്ടാക്കാം. ഉമ്മ പഴമൊക്കെ തിരിക്കുന്ന പഴംപൊരി ഉണ്ടാക്കണോ? അല്ലേ ഉണ്ണിയപ്പോൾ എന്താ വേണ്ടത്? കലത്തപ്പം വേണോ? മോളെ, എന്നാൽ പഴം പഴുത്തിരിക്കണ്, അതേറ്റ് ഉണ്ടാക്കാം. നുസൈബയും അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വന്നു. നുസൈബ അതാ ഓരോ പണികൾ എടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ സൗദ പറയുന്നു, മോളെ നുസിയെ, ഈ ഇങ്ങോട്ട് അടുപ്പത്തേക്ക് വരണ്ട. അതെന്താ ഇത്താ? അല്ലേ, വയറിൻ്റെ ഭാഗത്തേക്ക് വല്ലാതെ ചൂട് തട്ടണ്ട. മോൾ അവിടെ ഇരുന്നോളൂ, കുറച്ചപ്പുറത്തേക്ക്. തൻ്റെ പ്രിയപ്പെട്ട ഇത്താത്തയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്ത, അത് വേണ്ട, കുഴപ്പമില്ല, ഞാൻ എപ്പോഴും എടുക്കണല്ലോ, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. അവൾ ഒരാൾ മാവ് കൂട്ടിയപ്പോഴേക്കും ഒരാൾ പഴം മുറിച്ചു കൊണ്ടിരുന്നു. റജിനത്ത് പറഞ്ഞു, താത്ത, ഇങ്ങൾക്ക് 2 മരുക്കൾ തലങ്ങും വിലങ്ങുപ്പുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. എടി, എനിക്ക് പൊറുതിയേടാണ്. എത്ര മരുക്കൾ ഇനി അടുപ്പത്ത് ഉണ്ടായാലും ഏത് പണി എടുക്കുകയാണെങ്കിലും എനിക്കൊരു പണി എടുക്കാന്നേക്കാം, എനിക്കൊരു പൊറുതിയേടാണ്, കഴിയൂല. കണ്ടുകൊണ്ടിരിക്കാം. പലരും ഉണ്ടാവും അങ്ങനെ അമ്മായിമാർ, മരുക്കളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ട് നോക്കി അങ്ങനെ ഇരിക്കുക. ഓലെ തിരുമ്പലും കുളി രാവിലെ കഴിച്ച് ഇങ്ങനെ ഫോണും കണ്ടിരിക്കുക. അങ്ങനെ എന്തൊക്കെ പല പരിപാടികളുണ്ടാവും. ഖുർആൻ ഓതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മരുമക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പോലെയാണ്. നമ്മളെ മക്കളെ പോലെ കണ്ടാൽ ഓല് നമ്മളെ ഉമ്മയെ പോലെ കാണും. അങ്ങനെയാണ്. എനിക്ക് ഇനി ഫസീലാണെങ്കിലും ശരി, ആരാണെങ്കിലും ഞാൻ ഒരാളെയും കാത്തു നിന്നിട്ടില്ല. ന്യൂസി പിന്നെ സമ്മതിക്കൂല എന്നെ അടുപ്പിക്കാൻ. എന്നാലും എനിക്ക് പൊറുതിയേടാണ്. ഞാൻ എന്നെക്കൊണ്ട് കഴിയണൊക്കെ ഞാൻ എടുക്കും.
ഓലക്കൊണ്ട് കഴിയണ ഓലെടുക്കും. അങ്ങനെ അതാ മുംതാസ് പഴംപൊരി ചുട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കുമായി അതാ ചായയും ഉണ്ടാക്കി. നുസിയെ, ആ ഇത്ത, ഇത് മെല്ലെ ഒന്ന് ആ ടേബിളിൽ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ വീഴണ്ട കേട്ടോ. ഇല്ല. എല്ലാവർക്കുമായി ചായയും ഉണ്ടാക്കി അതാ സൗദ കൊണ്ടുപോയി വെക്കുന്നു. ഉമ്മ, എല്ലാവരും വിളിച്ചോളി. എല്ലാവരും അതാ ചായ കുടിക്കുവാൻ വേണ്ടി എത്തുന്നു. ചൂടുള്ള പഴംപൊരിയും ചായയും എല്ലാവരും കുടിക്കുന്നു. സൗദിയുടെ സ്പെഷ്യലാണ് അന്ന് എല്ലാവരും കഴിക്കുന്നത്. റജിനത്ത് പറഞ്ഞു, താത്ത എന്നാൽ ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ എന്താ, ഓലങ്ങനെ നല്ല രീതിയിൽ കഴിയട്ടെ, അല്ലാതെ ഇപ്പം എന്താ മോളെ. ഇപ്പോഴൊക്കെ കണ്ടിട്ട് നല്ലതാണടി, ഇതുപോലത്തെ 2 കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. താത്ത ഒരു കുഴപ്പമില്ല, ഇന്നത്തെ പണിക്ക് വന്ന കുട്ടിയല്ലായിരുന്നോ, എല്ലാ പണി അറിയാം. നിങ്ങൾ ഒരു കാര്യം അവൾക്ക് അറിയാത്തതുണ്ടാവില്ല. എന്ത് മന്തി വേണമെങ്കിലും മന്തി വെക്കും, ബിരിയാണി, ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ എല്ലാ മീനും മുറിക്കാനും അറിയാം. അതുപോലെ തന്നെ എങ്ങനെ വെച്ചാൽ വെക്കും. പിന്നെ കൂട്ടാൻ ഐറ്റംസ് എല്ലാം ഓൾ ഉണ്ടാക്കും. ഉണ്ടാക്കി കൊടുത്തതെല്ലാം ഉണ്ടല്ലോ, എനിക്ക് നല്ല പരിചയമാണ്. ഞാനല്ലേ ഓളെ വിളിച്ചിരുന്നത്. ഇനി ഓളെ വീട്ടുകാർക്ക് നഷ്ടമായിരിക്കും ഓൾ പോന്നു കഴിഞ്ഞാൽ. എല്ലാ പണി നല്ല മട്ടത്തിന് ചെയ്യണ കുട്ടിയാണ്. താത്ത, നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ തുണയായിട്ട് ഓളുണ്ടാവും. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, എൻ്റെ നവാസിന് വെറുപ്പൊന്നും ഇല്ലാതൊക്കെ അവളെ ദുആ ചെയ്യട്ടോ. ഇല്ല താത്ത, നവാസിനൊന്നും ഒരു വെറുപ്പും ഉണ്ടാവില്ല. അവളെ സ്വഭാവം ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ. വീണ്ടും പഴംപൊരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് സൗദ. പെട്ടെന്ന് നവാസ് അടുക്കളയിലേക്ക് വന്നു. ആഹാ, കഴിഞ്ഞില്ലേ ഇനിയും? കഴിഞ്ഞു. ഇത് 2 കൂടി ആയപ്പോൾ ഇനി ആരെയും വരികയാണെങ്കിൽ. ആഹാ, എന്നാൽ അത് പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. വേണ്ടിക്ക, അതിനെന്താ വേണേ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാം. ഇക്കയുടെ കൈ പൊള്ളും. ഞങ്ങൾ ഉമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ റോള് ഷമ്മാസിനാണ് കിട്ടാറുള്ളത്. ഞങ്ങൾക്കൊന്നും അത്രയും അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ സൗദ, ഇന്നൊന്ന് പുറത്തു പോയാലോ? അല്ല, പുറത്തോ? എങ്ങോട്ട്? അല്ല, എങ്ങോട്ടെങ്കിലൊന്ന് കറങ്ങാൻ പോയാലോ? അത് നമുക്കെല്ലാവർക്കും പോവാല്ലേ, ഉമ്മയും എല്ലാവരും. ഉമ്മ വരുന്നുണ്ടോ അറിയില്ല. തൽക്കാലം ഞാൻ നിന്നെയും കൊണ്ട് ഒന്ന് കറങ്ങട്ടെ. ഇക്ക, അത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ. അല്ല, അതിനെന്താ, നിനക്ക് കാണണ്ടേ എൻ്റെ നാടും വീടൊക്കെ ഒന്ന്? വീട് കണ്ടല്ലോ. വീട് കണ്ടു. നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമല്ലോ. ഇക്ക, നാളെ പോയപ്പോരെ? ഇവിടെ കണ്ടില്ലേ, ഈ കിച്ചണൊക്കെ ആകെ പെരന്ന് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ട് പോരെ? പാവാണ് നുസി, അതെല്ലാം കൂടി ബുദ്ധിമുട്ടാകും. അങ്ങനെയാണ് പെണ്ണെ, എന്താ പിന്നെ നാളെ ചെയ്യാമല്ലേ? ഓക്കെ. അങ്ങനെ സൗദ അപ്പോഴേക്കും അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നു. അപ്പോഴും നുസൈബ അപ്പോഴേക്കും ഓടി വന്നു. ഇത്ത, ഞാൻ ചെയ്തോളാം, ഇനി ഇത്ത പൊയ്ക്കോളും. വേണ്ടടി, ഞാൻ ചെയ്തോളാം. അവൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തുടച്ചു. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു അടുക്കളയാക്കി മാറ്റി. റജിനത്ത് പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. താത്ത, എന്നാൽ ഞങ്ങളങ്ങോട്ട് പോവാണോ? സൗദ റജിനത്തിയുടെ കൈകൾ പിടിച്ചു. ഇത്ത, ദുആ ചെയ്യണം കേട്ടോ. മോളെ, മോൾക്കൊന്നും ഉണ്ടാവില്ലതാ. എൻ്റെ ഏട്ടത്തി, എൻ്റെ അമ്മായിമ്മ ആവശ്യമുള്ളിടത്തോളം കാലം ഈ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത്ത, പോവാണോ? ഇനി ഇത്ത ഒറ്റയ്ക്കായിരിക്കില്ലേ? ഇത്തയെ സഹായിക്കാനൊന്നും. മോളെ, ഇത്തയെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ എൻ്റെ ഇത്തയെ സഹായിക്കാൻ നീയുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ശരിക്കും റജിനത്ത് പോകുമ്പോൾ സൗദക്ക് സങ്കടം വന്നിരുന്നു. ഉമ്മ സൗദയെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, നിങ്ങളെ ആത്മബന്ധമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇൻഷാ അല്ലാ പഠിച്ചോൻ കാത്തുരക്ഷിക്കട്ടെ എൻ്റെ കുട്ടിയെ. ഓള് പൊയ്ക്കോട്ടെ, ഇനി എൻ്റെ കുട്ടിയെ കുറച്ച് നിൽക്ക്, അതല്ല നല്ലത്. വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി വരാമല്ലോ. അതിനെന്താ, വണ്ടിയുണ്ട്, വാഹനം എല്ലാം ഉണ്ട്, പുതിയാപ്പിള നാട്ടിലുണ്ട്. പിന്നെ ഇപ്പം എന്താ, എനിക്ക് പോയിക്കൂടെ? ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇൻഷാ അല്ലാ പോകാം. മോളെ, എന്നാൽ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരിക്കും സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞു. നവാസ് അത് കണ്ടു. അവൾ അറിയാതെ നവാസിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണുകൊണ്ട് ഇറുക്കി കാണിച്ചു, ഇല്ല, കരയരുത് പെണ്ണെ, കരയരുത്, നീ കരയാൻ പാടില്ല എന്നുള്ളത്. റജിനത്ത് പോയപ്പോൾ ശരിക്കും അവൾക്ക് സങ്കടമായി. അവൾ റൂമിലേക്ക് കയറി.
അവിടെ കയറി അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നാലെ നവാസും കയറി ചെന്നു. സൗദ, സൗദ, എന്തെങ്ങനെ കിടക്കുന്നത്? ഒന്നുമില്ലേക്ക. അവൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. എന്തോ ഉണ്ടല്ലോ. ഇത്ത പോയപ്പോഴേ മനസ്സൊക്കെ വല്ലാത്തൊരു വേദന തോന്നി, അതാണ്. എൻ്റെ പെണ്ണെ, നിനക്ക് ഞാനില്ലേ? നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അതല്ല, ഇത്ത എന്ത് ഹെൽപ്പിനും എന്നെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഇത്ത തനിച്ചായി പോയെന്നൊരു തോന്നലെനിക്ക്. കരയല്ലേ പെണ്ണെ, എന്താ ഇങ്ങനെയൊക്കെ? അതെ, ഇത്തയുടെ ജ്യേഷ്ഠത്തിയുടെ വീടാണിത്, മനസ്സിലായോ? ഐഷുമ്മ, അത് റജിനത്ത, അങ്ങനെയല്ലേ? ഐഷുമ്മയുടെ വീടാണ്. അപ്പോൾ നിൻ്റെ ഇത്തയുടെ അതേ സ്ഥാനമുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാനില്ല നിനക്ക്? സൗദ കണ്ണീർ തുടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ആഹാ, കരഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരിയായിപ്പോയല്ലോ. നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്ക. എന്താ പെണ്ണെ? എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്തു പറ്റി? അല്ല, എനിക്ക് ഈ വീട്ടിലുള്ളവരത്ര സൗന്ദര്യം എനിക്കില്ലല്ലോ. ആഹാ, ഇതെന്ത്? എനിക്ക് വയ്യ എൻ്റെ പെണ്ണെ, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ സൗദ, നീ എന്നെക്കുറിച്ചൊന്ന് ഓർക്കണം. ഒരുപാട് സൗന്ദര്യവും തൊലിവെളുപ്പും ഒക്കെ ഉള്ള ഭാര്യയായിരുന്നു എൻ്റെത്. പക്ഷേ എനിക്കൊരിക്കൽ പോലും ഒരു സ്വസ്ഥത, സമാധാനം അവൾ എനിക്ക് തന്നിട്ടില്ലടേ. ഒരിക്കലും അവളെ ഞാൻ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ അവളെക്കുറിച്ച് പറയുവാനോ ആഗ്രഹിക്കുന്നില്ല. തൊലിവെളുപ്പിൽ എന്ത് കാര്യമാണ് പെണ്ണെ? മനസ്സിലാണ് വെളുപ്പ് വേണ്ടത്. നിൻ്റെ മനസ്സാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ പുറത്തെ ഈ മോടി പിടിപ്പിക്കലും ഈ ഒരു വെളുപ്പൊന്നും അതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. നിൻ്റെ മനസ്സ്, അതാണ് വെളുക്കേണ്ടത്. ഒരുപാട് മുഖം, ശരീരം വെളുത്തോണ്ടൊന്നും ഒരു കാര്യമില്ല. ഇക്ക, ഞാൻ താഴേക്ക് പോട്ടെട്ടോ. ഞാൻ പെട്ടെന്ന് പോട്ടെ. ചെല്ലേ. അല്ല, ഇപ്പോൾ തന്നെ പോണോ? പിന്നെന്താ, ഞാൻ പോയി നോക്കട്ടെ. അറിയാതെ നവാസ് അവളുടെ കൈകൾ പിടിച്ചു വലിച്ചു. ഇക്ക, സമയം ഇപ്പോൾ വൈകുന്നേരമാണ്. ഉമ്മയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാ ചെല്ല്. അങ്ങനെ അതാ സൗദ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഷമ്മാസ് മക്കളെയും കൊണ്ട് എങ്ങോട്ടോ പോയതായിരുന്നു. അവർ തിരിച്ചു വന്നിരിക്കുന്നു. ഉമ്മച്ചി എന്ന് പറഞ്ഞ് സൗദയുടെ നേർക്ക് അതാ മോളും മോനും ഓടിയെത്തുന്നു. ഉമ്മയുടെ കണ്ണുകൾ അത് കണ്ട് നിറയുന്നു. മക്കളെങ്ങോട്ട് പോയത്? സൗദ അവരോട് ചോദിക്കുന്നു. ഞങ്ങൾ അപ്പാപ്പാൻ്റെ കൂടെ മിഠായി വാങ്ങാൻ പോയതാണ്. ദാ കേക്കുണ്ട്. എന്താ അറിയോ? ഉപ്പച്ചിൻ്റെയും ഉമ്മച്ചിൻ്റെയും വെഡ്ഡിങ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കേക്കൊക്കെ മുറിച്ചിട്ട് ഉമ്മച്ചിൻ്റെ വായിൽ തരുട്ടോ. സ്നേഹത്തോടെ മക്കളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സൗദ സന്തോഷിച്ചു. എങ്കിലും അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അല്ലാ, നവാസ്കാക്ക് എന്നെ എങ്ങനെ പറ്റി? ഒരിക്കലും നവാസ്കയുടെ അത്ര സൗന്ദര്യം ഞാനില്ല. അദ്ദേഹത്തിൻ്റെ അത്ര കളറില്ല. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. എല്ലാവരും എന്നോട് പറയുന്നത് മേക്കപ്പ് ഇട്ട് പറ്റിച്ചു എന്നൊക്കെയാണ്. ഇല്ല, ഒരിക്കൽ പോലും റബ്ബേ ഞാൻ ഇട്ടിട്ടില്ല. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ സൗദക്ക് ഭയമായി. കാരണം എല്ലാവരും പറയും രാവും പകലും വ്യത്യാസമാണ് സൗദിയും നവാസും എന്ന്. അത് കേൾക്കുവാൻ എനിക്കാവുന്നില്ല റബ്ബേ. അതായിരുന്നു അവളുടെ ഭയം. ആരെങ്കിലും ഇക്കയുടെ മുമ്പിൽ നിന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദനയായിരിക്കുമെന്ന്. അന്ന് ഷമ്മാസ് പറഞ്ഞു. ഇക്ക, നവാസ്ക, എന്താടാ, നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചാലോ? ട്രിപ്പ് അടിക്കാം. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറ്റിയില്ല. ഇൻഷാ അല്ലാ നാളെ ആക്കിയാലോ? നാളെ മറ്റന്നാളൊക്കെ ആക്കാം. ശരിക്കും നവാസിന് വീട്ടിൽ തന്നെ നിൽക്കുവാനായിരുന്നു ആഗ്രഹം. കാരണം ആദ്യ ദിവസം തന്നെ ഹോസ്പിറ്റലിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. വീട്ടിൽ സ്വസ്ഥമായി ഒന്നും നിന്നിട്ടില്ല. ഇന്നാണെങ്കിൽ ആളുകളുടെ വരവാണ് ഇഷ്ടം പോലെ. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയത് മുതൽ ആളുകളുടെ തിരക്കും ബഹളവും എല്ലാവരുടെയും അഭിപ്രായം പറച്ചിലുമൊക്കെ. സ്വസ്ഥമായി വീട്ടിലൊന്ന് താമസിക്കണം, കിടന്നിറങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് നവാസ് കാത്തിരിക്കുന്നത്. ഡാ ഷമോനെ, എന്തിക്ക 2 ദിവസം കഴിഞ്ഞിട്ടാക്കടാ. ആണോ? എന്തു പറ്റി? അല്ലേ, ഒന്ന് റിലാക്സായി സ്വന്തം വീട്ടിലൊന്ന് കിടക്കട്ടെ മോനെ. ഇതിപ്പോൾ
ഇക്ക അങ്ങനെയാണോ? എന്നാൽ ശരി, ഒരു മറ്റന്നാളൊക്കെ പോയാലോ? 2 ദിവസം കഴിഞ്ഞിട്ട്. ആ മോനെ, എങ്ങോട്ട് പ്ലാൻ ചെയ്യേ? എവിടെ വെച്ചാൽ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആയിക്കോട്ടെ കേട്ടോ. അതൊന്നും വിഷയമല്ല, നമ്മളെല്ലാവരും കൂടി ട്രാവലർ സെറ്റാക്കാല്ലേ? അതോ നമ്മളെ വണ്ടി എടുക്കേ? എടാ, നമ്മളെ വണ്ടി തന്നെയല്ലേ അത്യാവശ്യം വലുത്. ആ 2 അങ്ങോട്ട് എടുത്താൽ തന്നെ സെറ്റായില്ലേ? ഞാനും നീ ഓടിച്ചാൽ പോരെ? സാജിത്തെയും മക്കളും ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചു നോക്കാം, നമുക്കെല്ലാവർക്കും കൊണ്ട് ഒരുമിച്ച് പോവാലോ. അല്ലെങ്കിൽ 2-3 വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണം. കുഴപ്പമില്ല. പിന്നെ തണുപ്പുള്ള സ്ഥലം നോക്കിയെടുക്കണേ ഷാമോനെ. ഇക്ക തീർച്ചയായും നിങ്ങളുടെ വിവാഹ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുപ്പുള്ള ഒരു പ്ലേസ് സെറ്റാക്കി ഒരു ടൂർ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഓക്കെ? നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ. അന്ന് നൈറ്റ് ഫുഡ് കഴിച്ച് എല്ലാവരും രാത്രിയിൽ ഉറങ്ങുവാൻ വേണ്ടി പോകുവാൻ നിൽക്കുകയാണ്. സൗദ പതിവ് പോലെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. നുസൈബയെ അങ്ങോട്ട് അടുക്കുവാൻ പോലും സമ്മതിക്കുന്നില്ല. എൻ്റെ പൊന്നു നസീ, ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ടൊന്നും വരണ്ട. ഇപ്പോൾ ഞാനുണ്ടല്ലോ, ഞാൻ ഇല്ലത്തപ്പോൾ വന്നോണ്ടി. വളരെയധികം സ്നേഹത്തോടു കൂടിയാണ്, കരുതലോടു കൂടിയുമാണ് അവളെ കരുതുന്നത്. നുസൈബക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള ഡ്യൂട്ടി പകുതിയിലേറെ കുറഞ്ഞു കഴിഞ്ഞു. ഗർഭിണിയാണെന്നുള്ള പരിഗണന നല്ല രീതിയിൽ അവൾ കൊടുക്കുന്നുമുണ്ട്. അതെ, എനിക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മോളെ, നിനക്ക് ഇനി ക്ലാസ്സൊക്കെ തുടങ്ങിയില്ലേ? നീ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമൊക്കെയല്ലേ ഉള്ളൂ. ഇന്നും കൂടി കഴിഞ്ഞാൽ തുടങ്ങല്ലേ? മറ്റന്നാൾ മുതൽ. അപ്പോൾ പിന്നെ നിനക്ക് ക്ഷീണമായിരിക്കും. കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ വിഷമിക്കണ്ട. നല്ല രീതിയിൽ സ്വന്തം ഇളച്ചിയോട് പറയുന്ന ആ ഒരു വാക്കുകൾ നുസൈബ ശരിക്കും പഠിച്ച റബ്ബിനോട് സ്തുതിക്കാണ്. അൽഹംദുലില്ലാ, എത്ര സ്നേഹത്തോടെയാണ് റബ്ബെ പെരുമാറുന്നത്, സ്വന്തം ഏട്ടത്തിയെ പോലെ തന്നെ. എങ്കിലും അവൾക്ക് വല്ലാത്തൊരു പൊറുതികേടായിരുന്നു സൗദ ഒറ്റയ്ക്ക് പണിയൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ. അതൊരു വിഷമമായിരുന്നു. ഞാനും കൂടാ. മോളെ, നീ മാറി നിൽക്ക്. എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ട് ചെയ്താലേ എനിക്ക് പേടിയാണ് കേട്ടോ. ഈ ഗർഭിണികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ട് ജോലിയൊക്കെ എടുപ്പിക്കുന്നത് എനിക്ക് പേടിയാണ്. ഒരു പേടിയും പേടിക്കണ്ട, അതൊക്കെ പഠിച്ചോൻ തരുന്നതല്ലേ. ഇൻഷാ അല്ലാ. ആ രാത്രിയിൽ ഭക്ഷണത്തിൻ്റെ പാത്രമെല്ലാം കഴുകി എടുത്തു വെച്ച് മോളെ പോയി കിടന്നോളിഞ്ഞ് ഉമ്മയുടെ വാക്കുകൾ. സൗദ നേരെ മുകളിലത്തെ റൂമിലേക്ക്. എന്നാൽ അപ്പോഴേക്കും താഴെ മോനും മോളും കിടന്ന് ഉറങ്ങിയിരുന്നു ഉമ്മയുടെ ബെഡിൽ. നേരെ അവൾ ഉമ്മയുടെ റൂമിലേക്ക്. ഉമ്മ, വാവയെ കൊണ്ടുപോവാം അങ്ങോട്ട്, കരയൂലേ? ഇല്ലില്ല, ഇപ്പോൾ ശീലമായി തുടങ്ങിയില്ല മോളെ. ഓല് ഇവിടെ കിടന്നോട്ടെ, വലിയൊരു കട്ടിലല്ലേ, ഇവിടെ കിടന്നോട്ടെ. ഏതായാലും ഉറങ്ങിയില്ലേ? ഓല് രണ്ടാളും ഒപ്പം കിടക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഒരു കളിയായിരിക്കും, ചിലപ്പോൾ വികൃതിയായിരിക്കും. എല്ലാത്തിനും ഒപ്പം കിടക്കുന്നത് നല്ലത്. ഒരേ പള്ളിയിൽ കിടന്ന മക്കളല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. മോള് പോയിക്കോ, ഉമ്മ വാവയെ കൊണ്ടുപോവാം. മോളെ, എൻ്റെ പൊന്നുമോള് ചെല്ല്. അങ്ങനെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം സൗദ നവാസിൻ്റെ റൂമിലേക്ക് നടന്ന് പോകുന്നു. കോണിപ്പടികൾ കയറി അവൾ വരുന്ന ആ ഒരു ശബ്ദം നവാസ് കേട്ടു എന്നൊരു തോന്നൽ. നവാസ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സൗദ എന്ന മണവാട്ടിയിലൂടെ അവൻക്ക് അകന്ന് പോവുകയാണ്. അവർക്ക് സന്തോഷ നിമിഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയാണ്. സൗദ, ഇക്ക എന്താ ഭക്ഷണം കഴിച്ചില്ലേ? റാഹത്തായില്ലേ? കഴിച്ചു, റാഹത്തായി. പിന്നെ എന്താ, എന്നാൽ കിടന്നാലോ? അതിനു മുമ്പ് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാല്ലേ? എങ്ങനെയാലും കുഴപ്പമില്ല, അവൾ നാണത്തോടെ പറഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ സൗദ കറുത്തവളാണ്, നിറമില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ചില ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം ഒരു ഇരുനിറമുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ സൗദ ഇരുനിറമാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു തേനിൻ്റെയൊക്കെ കളറുള്ള ഒരു പെൺകുട്ടിയാണ്. അതായത് ചില ആളുകൾക്കാണെങ്കിൽ നല്ല വെളുത്ത് തുടുത്തവരായിരിക്കും ഇഷ്ടം. അവർക്ക് ആ വെളുപ്പുണ്ടായാൽ വേറെ ഒന്നും നോക്കൂല. സൗന്ദര്യം വെറും വെളുപ്പാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും വെളുപ്പിൽ കൂടുതൽ സൗന്ദര്യമില്ല. ഒരു ഇരുനിറത്തിൽ അല്ലെങ്കിൽ കറുപ്പിൽ അഴകാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ സൗദ എന്ന് പറഞ്ഞാൽ നവാസ് തനി വെളുത്ത നിറമാണ്, പക്ഷേ അതിനേക്കാളും കുറച്ച് കളറ് കുറഞ്ഞ ടൈപ്സാണ് നമ്മുടെ സൗദ. അതേ സ്കിന്നാണ് അവൾക്ക്. അതുകൊണ്ടോ
ഉമ്മാക്കും നവാസിനും ഒട്ടും ഇഷ്ടക്കേടില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടമേ ഉള്ളൂ അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട്, നിങ്ങളെ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ മണവാട്ടിയെ കണ്ടാൽ ഇങ്ങനെ കറുത്തിട്ടാണ് അങ്ങനെയൊക്കെ പറയുമോയെന്ന്. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലർ മുഖത്ത് നോക്കി തന്നെ പറയും, തീരെ കളറില്ല, നിറമില്ല, മുഖം ഷേപ്പില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്രയോ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും തികഞ്ഞവരായിട്ട് ആരും ഇല്ലല്ലോ. എന്തെങ്കിലും ന്യൂനത പടച്ച റബ്ബ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ സൗദിയുടെ പ്രശ്നം ചെറിയൊരു കളറിൻ്റെ കുറവാണ്. കളറിൻ്റെ കുറവ് എന്ന് വെച്ചാൽ ആ വൈറ്റ് കളറല്ല, അതിൽ നിന്നൊരു കുറച്ച് ഡാർക്ക്നെസ്, അതായത് ഒരു ഇരുനിറത്തിൽ പലർക്കും ഇഷ്ടമുള്ള ഒരു കളറ്. അതാണ് അവളുടെ സൗന്ദര്യത്തിൻ്റെ തന്നെ രഹസ്യം. നവാസിന് ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവമാണ് അത്. കാരണം വെളുത്ത പെണ്ണിനെ ഒരുപാട് കൂടെ കൊണ്ടു നടന്ന് അവസാനം നവാസിന് കിട്ടിയത് ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലാതിരിക്കാൻ എപ്പോഴും നവാസ് ആഗ്രഹിച്ചതായിരുന്നു. ഒരുപാട് സൗന്ദര്യമുള്ള കുട്ടിയെ കല്യാണം കഴിക്കണ്ട, ഒരു പാകത്തെ ഒരു മീഡിയം സൈസിൽ ഒരു സൗന്ദര്യമൊക്കെ മതി ആവശ്യത്തിന്. അങ്ങനെ ആകുമ്പോഴാണ് എപ്പോഴും സമാധാനം ലഭിക്കുക എന്നുള്ളത്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സൗദയുടെ ദാമ്പത്യ ജീവിതം നവാസിൻ്റെ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാണ് സൗദ. ഒരാൾക്കും ഒരു ഭാരമാകാതെ എല്ലാവർക്കും സഹായമായിട്ട്. സൗദിയുടെയും നവാസിൻ്റെയും ഇനിയുള്ള ബാക്കി കഥകൾ ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.